എല്ലാ നല്ലതും മോശമായിട്ടുള്ള ദിവസങ്ങളുടെ ഇടയിലുണ്ടാവില്ല നമുക്കൊരു റാൻഡം ഡേ. അങ്ങനെ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. അങ്ങനെ രാവിലെ നീച്ച് പാടും മഞ്ഞൊക്കെ കണ്ട് നീച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് പിന്നെ പതിവാണല്ലോ. അത് കഴിഞ്ഞപാട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചു. അപ്പോഴാണ് എന്നോട് എൻ്റെ അമ്മ പറയണത് നമുക്ക് സ്കൂളിലേക്ക് പോയി ടി സി ഒക്കെ വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ ഉമ്മച്ചിൻ്റെ പെരയിലേനു നേരെ എൻ്റെ പെരയ്ക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ രണ്ടാളും പോണതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം ബസ് കാത്തു നിന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ബസ് വന്നു. അതിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്, ഇരിക്കാൻ സീറ്റും ഇല്ല. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ സ്കൂളിലെത്തി. അവിടുന്ന് എനിക്ക് 2-3 കസ്കസ് കിട്ടീനെ. സത്യം പറഞ്ഞെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയി തോന്നിയത് അതിൻ്റെ ഉള്ളത് സാധനം ഞെക്കി കളയുമ്പോഴാണ്, ഇത് തിന്നുമ്പോഴല്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലെ പരിസരമൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റോഡുണ്ട്, നിറച്ചും പൂക്കളൊക്കെ വിതറി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാനൊന്ന് സ്ലോ വീഡിയോ കൊടുത്തു. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി. ഈ ബസ്സിന് എനിക്ക് സീറ്റ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൗണിൽ ഇറങ്ങി നേരെ മാളിക്കാടോ കയറി. കുറേ ചുറ്റി കറങ്ങിയതിനെ കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി എനിക്കൊരു സാൻഡ്വിച്ചും പൈനാപ്പിൾ ജ്യൂസും വാങ്ങി തന്നു. ഞാൻ നോക്കുമ്പോൾ ഉമ്മച്ചി ഉണ്ട് അവിൽ മിൽക്ക് കുടിക്കുന്നത്. അപ്പം എനിക്കതും വേണം. ആക്രാതൊന്നുമല്ല, ജസ്റ്റ് ഫോർ ഫൺ. പാവൻ്റെ ഉമ്മച്ചി എനിക്ക് അതും വാങ്ങി തന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വീട്ടിൽ കഴിഞ്ഞു. എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴാണെങ്കിൽ നിറച്ചോടെ തെച്ചിപ്പൂവ്, അതും ഡിഫറെൻറ്റ് കളേഴ്സ്. നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തെച്ചിപ്പൂ ഉണ്ടെന്നും ഏതൊക്കെ കളർ ഉണ്ടെന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, കുറേ മാങ്ങ ഉണ്ടായിരുന്നു, പേരക്ക, ഏലക്ക, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവിടെ സ്വർണ്ണാഞ്ജലി ഉണ്ടായിരുന്നു. ഞാൻ ചായ 2-3 പറിക്കുള്ളൂ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറേ പിന്നെ കയ്യിൽ ഒതുങ്ങാത്തതുകൊണ്ട് ഞാനൊരു ഇല പറിച്ചിട്ട് അതിൽ വെച്ചിരുന്നു. സംഭവം കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഞാൻ കുറച്ചാൾ തിന്നപ്പോൾ അവിടുത്തെ ചക്ക ഉണ്ടായിരുന്നു, പിന്നെ അവക്കാഡോയും. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് അവിടുത്തെ ചെറിയ തക്കാളി കാണിച്ചത്. നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ കാണാൻ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചി മിൻറ്റ് ലൈം ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നേരത്തെ കണ്ട മാങ്ങ തല്ലി തലക്കിടായിട്ട് എനിക്കൊരു സമ്പാദനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും ഞാൻ നിറവേറ്റി. അങ്ങനെ എൻ്റെ കയ്യിൽ മാങ്ങ കണ്ടപ്പോൾ ഓക്കും വേണം പറഞ്ഞിട്ട് ഓളെന്നെ കഷ്ടപ്പെട്ട് പറിക്കുകയാണ്. അതാണെങ്കിൽ എത്ര തല്ലിയിട്ടും ചാടണുള്ളതായിട്ട് അവസാനം അത് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാങ്ങ കിട്ടിയപ്പോൾ ഞാനിത് എൻ്റെ ഉമ്മച്ചിക്ക് കാണിച്ചെടുത്തപ്പം ഉമ്മച്ചിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പാവ ഓളെന്നെ കഷ്ടപ്പെട്ട് പറിക്കുകയാണ്. ലാസ്റ്റ് മാങ്ങ കിട്ടി. ഞങ്ങളോട് ബായൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ തിരക്കത്തിനുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. സോ ബൈ.